കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ചായ. അവൾ എന്താ പറഞ്ഞോണ്ട് നിന്നത്? ഓരോരോ ബാലിശ കാര്യങ്ങളെ വീണ്ടും എതിർത്തോണ്ടിരിക്കുകയാണോ അവള്? ഇനി എതിർത്തിട്ടും കാര്യമില്ലെന്നറിയാം. നമ്മളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? മാഷിന്റെ ബലത്തിലാ ഞാൻ ക്ഷമിച്ചത്. അല്ലെങ്കിൽ ഗംഗ ഇപ്പൊ അടച്ചിട്ട് മുറി കിടന്നേനെ. ഈ കല്യാണം നടത്താനുള്ള ശ്രമം ഇങ്ങനെ തുടർന്ന ഇത് മരണ വീടാവും. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. തിരിച്ചങ്ങോട്ടേരെ. ആരെയും കാണുന്നില്ലല്ലോ. മുല്ലമറ്റത്തെ എല്ലാവരും ഒരുമിച്ച് സിദ്ധി കൂടി. ഓ ഇല്ല, ദാ വരുന്നു പുന്നാര മരുമോള്. ജീപ്പിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അച്ഛനായിരിക്കുമെന്ന്. അങ്ങനെ വിചാരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. അകത്തേക്ക് ഇരിക്കാച്ച. അകത്തേക്കെന്നല്ല, ഞാൻ എവിടെ ഇരിക്കുന്നില്ല, സമയമില്ല. മാഷ് എവിടെ? അപ്പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. വിളിക്കാൻ വരട്ടെ. അതിനു മുമ്പ് ഗീതയോട് എനിക്കൊരു കാര്യം പറയാം. ഇന്നലെ വീട്ടിലൊരു വിശേഷം ഉണ്ടായി. എന്താ? പരിഭ്രമിക്കാനല്ല, സന്തോഷിക്കാനുള്ള കാര്യം. മറ്റൊന്നുമല്ല, ഒരു പ്രപ്പോസൽ, വിവാഹാലോചനയെ. വീട്ടില് ഇനി അവിടെ ആർക്കാ കല്യാണമെന്നായിരിക്കും? നമ്മുടെ രമേശനെ. മനസ്സിലായില്ലല്ലേ? രമേശന്റെ ആദ്യത്തെ കല്യാണം ഡിവോഴ്സ് ആയെന്നും മറ്റൊരു പെണ്ണിനെ നോക്കുവാണെന്നും തെറ്റിദ്ധരിച്ചൊരു പാർട്ടി വന്നതാ. ചെട്ടികുളങ്ങരക്കാരാ, ടീച്ചറാ പെണ്ണ്. തൽക്കാലം കല്യാണം ഒഴിഞ്ഞില്ല എന്നും ഭാര്യ അവളുടെ കുടുംബത്തേക്കൊന്ന് പോയിരിക്കുവാന്നും പറഞ്ഞു വിട്ടു. അഥവാ ഒഴിയുകയാണെങ്കിൽ ആലോചിക്കാമെന്നും പറഞ്ഞ് ഞാൻ നമ്പരൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പം ഗീതയ്ക്ക് കാര്യം പിടികിട്ടി കാണുമല്ലോ. രമേശിന് ഇപ്പോഴും നല്ല ഡിമാൻഡാ. ഒന്നാമത് അവനൊരു ഉദ്യോഗസ്ഥനാ, രണ്ടാമത് അവന്റെ അച്ഛനും ഒരു ഉദ്യോഗസ്ഥനാ. അപ്പൊ പിന്നെ മാർക്കറ്റ് ഉണ്ടാവും. കല്യാണം ഒഴിഞ്ഞെന്ന വാർത്ത കേട്ടപ്പോഴേ ആലോചന വന്നു തുടങ്ങിയില്ലേ? ചുരുക്കത്തിൽ അവന്റെ കാര്യം സേഫാ. പക്ഷെ മോളുടെ കാര്യമോ?
ബന്ധമെങ്ങാണ് ഒഴിയേണ്ടി വന്ന എന്താ ഒരു നിവർത്തി? മൂത്ത് നരച്ച് ഇവിടെ നിൽക്കേണ്ടി വരില്ലേ? ബന്ധം ഒഴിയുന്നതിനെ പറ്റി അച്ഛൻ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെയാ കുഴപ്പം. ഗീതയുടെ വീട്ടുകാർക്കും ഗീതയ്ക്കും പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകാനാണ് എന്റെ മോൻ കല്യാണം കഴിച്ചത്. അതിന് ഈ സ്നേഹവും ലോകയൊന്നും പോരാ, പണം വേണം മോളെ. 5 ലക്ഷം രൂപ തരാമെന്ന് വാക്ക് പറഞ്ഞതായി മാഷ്. ആ കാശ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇനി എന്ന് കിട്ടാനാ? എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരുന്നാല് സമയങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കില്ലേ? പലിശ ഇനത്തിൽ എത്രയാ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നെന്ന് അറിയാമോ മോക്ക്? എനിക്ക് എന്റെ പൊന്നു മോളോട് ഒരു വിരോധവും ഇല്ല. മരുമോൾ എന്ന നിലയ്ക്ക് സ്നേഹമേ ഉള്ളൂ. പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്നത് ഭംഗി മാത്രമാ. ഈ സ്നേഹം പുഴുങ്ങി കുത്തി ആരും ഇതുവരെ ഊണൊരുക്കിയിട്ടില്ല. ഞാൻ എന്റെ മോളോട് ചുരുക്കി പറഞ്ഞു, കിട്ടാനുള്ള 5 ലക്ഷം മാഷിന്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചെടുക്കുന്നുവോ കൊച്ചിന് അത്രയും നല്ലതാ. അച്ഛൻ തരും. എന്ന്? എപ്പോ? എങ്ങനെ? അല്ല, മറുപടി ഞാൻ പറയാം. ഇളയ കുട്ടിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നായിരിക്കും പറയുക. ഈ കല്യാണവും പെരവണിയും എന്നൊക്കെ പറയുന്നത് ദുഷ്ചെലവ് കണക്കിനുണ്ടാക്കുന്ന പരിപാടികളാ. ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ അപ്പുറം പോകും കാര്യങ്ങൾ. അതുകൊണ്ട് കല്യാണം അതിന്റെ മുറയ്ക്ക് നടന്നോട്ടെ. നമുക്ക് കിട്ടാനുള്ളത് അതിനു മുമ്പ് വേണം. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലിനും ബലം പോരാത്തത് കൊണ്ടാ ഇതുവരെ നടപടികളൊന്നും ഉണ്ടാകാത്തത്. അല്ലെങ്കിൽ പിന്നെ ഗീത ഇവിടെ വന്നു നിന്നിട്ട് ദിവസം എത്രയായി? മാഷിന്റെ സൈഡിൽ നിന്ന് വല്ല അനക്കവും ഉണ്ടോ? അനങ്ങണമെങ്കിലേ കൊച്ചു സ്ട്രോങ് ആകണം. അല്ലെങ്കിലോ ഈ ഗംഗയുടെ കല്യാണം ഇത്ര ഗഡുപിടിയും നടത്തേണ്ട കാര്യം എന്തുവാ? കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുമൊന്നുമല്ലല്ലോ. അവക്ക് എന്തോ ചുറ്റിക്കളി ഉള്ളതാ കാരണമെന്ന് എനിക്കറിയാം. ആ ഭയം ഉണ്ടെങ്കിലേ അവളെ നിലയ്ക്ക് നിർത്തുകയല്ലേ വേണ്ടത്. ചിമുങ്ങാൻ അനുവദിക്കരുത്. എപ്പോഴെങ്കിലും സൗകര്യം പോലെ കെട്ടു നടത്തണം. എന്നിട്ടേ കയ്യിലുള്ള കാശ് മൂത്തവക്കും കൊടുക്കണം. ആദ്യത്തതിന്റെ ജീവിതം ഭദ്രമാക്കിയിട്ട് വേണ്ടേ രണ്ടാമത്തതിനെ പറ്റി ആലോചിക്കാൻ. അതുകൊണ്ട് ഗീത ഒന്നും മനസ്സ് വെക്കണം. പൈസ വാങ്ങിച്ചെടുക്കണം. മോളെ, നീ നിന്റെ ജീവിതം ഒന്ന് നേരെയാക്കുക. ആ ചെട്ടിക്കുളങ്ങരക്കാരൻ നമ്പരും കൊണ്ടാ പോയേക്കുന്നേ. എപ്പോ വിളിക്കുവാവോ? ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. മാഷുമാരെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. ഏത് നമസ്കാരം മാഷേ. ഷൂസിലൊക്കെ മണ്ണും ചെളിയാവും. വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ? അതിന് ഞാനിവിടെ വിരുന്നുകാരനാണോ? ഗീത പറഞ്ഞു മാഷ് പിന്നാമ്പുറത്തുണ്ടെന്ന്. ശാരദാമ്മയും കാണുന്നത് ഞാൻ വിചാരിച്ചില്ല. അത് നന്നായി. രണ്ടുപേരെ ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അല്ലല്ല, ഒരുമിച്ച് സംസാരിക്കാമല്ലോ. കല്യാണം അടുത്ത് വരില്ലേ? കാടും പടലൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാന്ന് വെച്ചു. നല്ല കാര്യം. പിന്നെ ആദായമുള്ള ഒന്നും വെട്ടിമുറിച്ച് കളയരുതേ. ഒന്നും ഇല്ലാതാക്കാൻ എളുപ്പം, നട്ടുപിടിപ്പിച്ചു കൊണ്ടുവരാനാ പ്രയാസം. ഒന്ന് ആലോചിച്ചാലേ, മനുഷ്യർക്കിടയിലെ ബന്ധങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഏത് അല്ല, ഈ ആഭരണങ്ങളും ജൗളിത്തരങ്ങളും ഒക്കെ എടുത്തോ? ഇല്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. ഒരു കോണ് നിന്ന് ക്ഷാരംഭിക്കാന്ന് വിചാരിച്ചിരിക്കുക. അല്ല, രണ്ടുപേർക്കും ഇനി വീട്ടിൽ നിന്ന് ധൈര്യമായിട്ട് ഇറങ്ങി പോകാലോ ഇപ്പോ. അല്ല, വീട് നോക്കാൻ നമ്മുടെ ഗീത ഉണ്ടല്ലോ. അല്ല, ഇതുവഴി പോയപ്പോ ഞാൻ വെറുതെ ഒന്ന് കേറിയാ കേട്ടോ. എന്നാ വെറുതെ ആണെന്ന് ചോദിച്ചാൽ അല്ലതാനും. വിശേഷിച്ചെന്താണാവോ? ഒരു സംശയം മാഷേ, അതൊന്ന് തീർത്തു തന്നാ മതി. അല്ല, ഞാൻ ഈ നാട്ടുകാരോട് എന്ത് മറുപടിയാ പറയണ്ടത്? സകല പരീക്ഷകൾക്കും സംശയം. അവര് ചോദിക്കുമ്പോ പിന്നെ ഞാൻ എന്തോ പറയണം? അതൊന്നും അറിഞ്ഞാ മതി. സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. വ്യക്തമാക്കാം. മരുമോൾ എന്താ ബാഹുലേയൻ സാറേ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ചോദിക്കുന്നു. അവരോട് ഞാൻ എന്ത് മറുപടിയാ പറയണ്ടേ? അതാ വിഷയം.
എന്നാലേ പുറത്തു പറയാൻ കൊള്ളാത്ത തരത്തിൽ ചീഞ്ഞു നാറുകയാ പല യന്ത്രവന്മാരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ. നമ്മൾ ഒരുത്തന്മാരോടും ഏഹേ എന്താവേ ആ വഴി ഒന്നും തിരക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ ഡീസൻസി. ഏത് പക്ഷേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ എല്ലാവർക്കും അറിയണം. കാരണം എന്താ? വൃത്തികെട്ടവന്മാര്. അല്ല, ഈ അയൽക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മാഷെ. നമ്മളോടുള്ള താല്പര്യം കൊണ്ടാണല്ലോ അവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്നത്. ഗീതയെ വീട്ടിൽ കാണാതിരുന്നപ്പോ അവർ ലോഹ്യം ചോദിച്ചു. പക്ഷെ ഞാനെന്ത് മറുപടി പറയും? അതിപ്പോ ഇവിടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണം അടുത്ത് വരില്ലേ, ഒരു സഹായത്തിന് വന്ന് നിൽക്കാന്ന് പറഞ്ഞാ പോരെ? അതിന് ഒരുക്കങ്ങൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ മാഷേ. മേപ്പടി അനിയത്തിക്കുട്ടിയുടെ അച്ഛനായ മാഷ് പോലും കാടും പടലവും പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത എന്ന് പറഞ്ഞു നിൽക്കുമല്ലയോ. പിന്നെ ഗീത ഇത്ര പെട്ടെന്ന് ഇവിടെ വന്ന് തമ്പടിക്കേണ്ട കാര്യം എന്തുവാ? ഗംഗയ്ക്ക് ആകെയുള്ളൊരു കൂടപ്പുറപ്പല്ലേ ഗീത. അത് അവരുടെ രണ്ടുപേരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. രമേശന്റെ അച്ഛൻ ചോദിക്കുന്നതിന്റെ പൊരുള് മനസ്സിലാക്കാതെയാണോ ഈ സംസാരിക്കുന്നത്? നാട്ടുകാർ ചോദിച്ചോ ഇല്ലയോ എന്നുള്ള അല്ല കാര്യം. ഗീത സൊമൻസാല ഇങ്ങോട്ട് വന്നതല്ല, രമേശൻ കൊണ്ട് നിർത്തിയിട്ട് പോയതാ. അതിന് തക്കതായ കാരണമുണ്ട്. അതിന് പരിഹാരമായോ ഇല്ലെങ്കിൽ എന്ന് പരിഹാരമാകും എന്നാ രമേശന്റെ അച്ഛൻ ചോദിച്ചത്. വാദ്യാര് പോയെന്നാണെങ്കിലും പെണ്ണും പിള്ളക്ക് വിവരമുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ എല്ലാം ശരിയാക്കാം. ഒരാഴ്ച എന്ന് പറയുമ്പോ 7 ദിവസം. അതിനു മുമ്പായി 5 ലക്ഷം രൂപ ഗീത ഏൽപ്പിക്കാം. വെറുതെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നതാണോ മാഷേ? അല്ല, വാക്ക. അയൽപക്കത്തുള്ളവരോട് ഉറപ്പായി പറഞ്ഞാട്ടെ, ഒരാഴ്ചക്കുള്ളിൽ ഗീത എത്തും. മതി, ഒരു ഉറപ്പ് കിട്ടിയാ മതി. മാഷ് വാക്ക് തെറ്റിക്കില്ല എന്ന് എനിക്കറിയാം. ഈ നാട്ടുകാരുടെ ഒരു കാര്യമേ. എന്നാ വീട്ടിലോട്ട് കയറി കാപ്പി കുടിച്ചിട്ട് പോകാം. അയ്യോ വേണ്ട, ഇത്രയായില്ലേ, ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും. സമയമില്ലാത്തോണ്ടാ മാഷേ. ഒരു കേസിന്റെ കാര്യത്തിൽ ഇറങ്ങിയതാ, കൂട്ടത്തിൽ ഇങ്ങോട്ടൊന്ന് കേറിയെന്നേ ഉള്ളൂ. പണി നടക്കട്ടെ, പണി നടക്കട്ടെ. ഞാൻ ഇറങ്ങ. അപ്പൊ ശരി. ഒരു കേസിന്റെ കാര്യത്തിന് ഇറങ്ങിയതല്ല, ഇങ്ങനെ മനസാക്ഷിയില്ലാത്തൊരു മനുഷ്യൻ. ഒരു കല്യാണം മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് അയാളെ സ്ത്രീധനം. അവരെ കുറ്റം പറയുന്ന എന്തിനാ? നമ്മുടെ ഭാഗത്തും പാകപ്പിഴയില്ലേ? കൊടുക്കാനുള്ളോണ്ടല്ലേ ചോദിക്കുന്നത്. കാശ് അടുക്കി വെച്ചോണ്ട് മനഃപൂർവ്വം കൊടുക്കാതിരിക്കുന്നതാണോ? പിന്നെ ഒരാഴ്ചയ്ക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞത്. വടക്കേ മുറ്റത്ത് നിൽക്കുന്ന ആ കാശ് മരം പൂത്ത് നിൽക്കുന്ന നീ കണ്ടില്ലേ? ഒരാഴ്ച കഴിയുമ്പോൾ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഇങ്ങനെ പറയും. അപ്പൊ കുലുക്കിയിട്ടിട്ട് അങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. അയ്യോ, ഒന്നുമില്ല. ദീപാരാധന കഴിയാൻ നിൽക്കണ്ട, അതിനുമുമ്പ് വീട്ടിലെത്തിയിരിക്കണമെന്നാണ് ശാരദാന്റിയുടെ ഓർഡർ. ഇതുവരെ എനിക്ക് കൂട്ടായിട്ടായിരുന്നു ഉമയെ കണ്ടിരുന്നത്. ഇപ്പൊ എസ്കോട്ടാ. നീ കൂടെയുള്ളതിന്റെ ധൈര്യത്തിലാ എന്നെ എവിടെയെങ്കിലും വിടുന്നത്. കാരണം നീ തന്നെയല്ലേ. എസ്കോട്ടും ബോഡി ഗാർഡും ഒക്കെ ഒരു കോണിൽ നിൽക്കും. ഒന്ന് മനസ്സ് വെച്ചാ ഞാൻ എത്തേണ്ടടുത്ത് എത്തും. ചതിക്കല്ലേ, എന്നെ പിന്നെ നിന്റെ വീട്ടുകാർ വച്ചേക്കത്തില്ല. നിന്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല. വൈകാതെ അവരെല്ലാം അറിയാൻ പോവല്ലേ. തുടങ്ങി. മറ്റുള്ളവരെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്നത് നിനക്കൊരു രസമാ. സാഡിസമാണിത്. മുള്ളിന്റെ മുന്നിൽ നിൽക്കാനൊന്നും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. എന്നെ എന്റെ പാട്ടിനങ്ങ് വിട്ടാ മതി. ലക്ഷണം കണ്ടിട്ട് ക്ഷേത്ര ദർശനത്തിനാണെന്ന് തോന്നുന്നു. അല്ല, ഞങ്ങൾ അമ്പലത്തിൽ പോവാ. ഐ സി. ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ടോ ഗംഗയ്ക്ക്? അതെ, വലിയ തമാശക്കാരിയാ. അതെയോ? എന്റെ ഭാഗ്യം. 23-ാം തീയതിയാ ഏറ്റവും വലിയ തമാശ നടക്കാൻ പോകുന്നു. അന്ന് സാറ് കുറെ പൊട്ടിച്ചിരിക്കും. ഗംഗ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ഏയ് ഇല്ല. ആ, ഇടയ്ക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു, പിന്നൊന്നും പറഞ്ഞില്ല. കല്യാണത്തിന് മുമ്പ് പറയാനുള്ളതാണെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കൂ.
നേരത്തെ പറയാനുള്ളതാ. ഗംഗെ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മുടെ വുഡ്ബിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആൻസൈറ്റി. ഞാനും അതിന് അവസരം നോക്കിയിരിക്കാം. എങ്കിൽ പറഞ്ഞോളൂ. ഉമ്മ കേൾക്കുന്നുണ്ട്, കുഴപ്പമുള്ള കാര്യമാണോ? അല്ല, അവൾക്കറിയാം. ഓ, മറ്റൊന്നുമല്ല. എനിക്ക് ഞാൻ പറയുന്നത് സാറേ, ഇവൾക്ക് കല്യാണം കഴിഞ്ഞാലും തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം. അക്കാര്യോ സംസാരിക്കാനുള്ളത്. ഉമേ, നീ നടങ്ങി നിൽക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി പറയാൻ ഒന്നുമില്ല. ഞാൻ ഗംഗയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ഡിസിഷൻ വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഗംഗ ആഗ്രഹിക്കുന്നിടത്തോളം പഠനം കണ്ടിന്യൂ ചെയ്യണം. എന്ത് സഹായം ചെയ്യാനും ഞാൻ റെഡിയാണ്. പക്ഷേ അതല്ല. സാറ് സമ്മതിച്ചില്ലേ? ഇനി എന്താ ഒരു പക്ഷേ? നേരം പോന്നു, വാ നമുക്ക് നടക്കാം. ഞാൻ അമ്പലത്തിൽ വിടാം, രണ്ടുപേരും കയറിക്കോളും. സാറ് പൊയ്ക്കോ, വൈകുന്നേരത്തെ നടപ്പിനും കൂടെ ഇറങ്ങിയതാ ഞങ്ങള്. എങ്കിലായിക്കോട്ടെ. എങ്കിൽ ശരി. നീ എന്നെ ശരിക്കും കാല് വരി. നല്ലൊരു ചാൻസ് ഒത്തു വന്നത്. നിന്റെ വീട്ടുകാരെ കാല് വരാനുള്ള ചാൻസ് അല്ലേ അത്? നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോയി ഇറങ്ങിയതാ. നന്ദ സാറിനോട് തുറന്ന് സംസാരിക്കാനുള്ള അവസരം തട്ടിത്തെറിപ്പിച്ചത് ദൈവോ. അതുകൊണ്ട് നീ ഇനി അതിന് ശ്രമിക്കണ്ട. ഒരു വേദാന്തം എനിക്ക് കേൾക്കണ്ട. ഒറ്റയ്ക്ക് ഇങ്ങനെ മുറിയിലിരിക്കാതെ അപ്പുറത്ത് മനുഷ്യരുടെ ഇടയിൽ നിനക്ക് വന്നിരുന്നൂടെ ഗംഗെ? ഇപ്പോഴാണ് ഗീതയുണ്ട് സംസാരിക്കാൻ. എന്ത് സംസാരിക്കാൻ അച്ഛാ? എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇവിടെ ആർക്കാ മനസ്സ്? പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം. തെറ്റെന്റെ ഭാഗത്തുമുണ്ട്. നിനക്ക് ഞാൻ തന്ന സ്വാതന്ത്ര്യം കുറച്ച് അധികമായിപ്പോയി, അതാ കുഴപ്പം. എന്നെ വീട്ടു തടങ്കലിട്ട് വളർത്തിയ മതിയായിരുന്നു. അത് തന്നെയാ എനിക്കിപ്പോ തോന്നുന്നത്. കോളേജിലെ പഠിത്തവും ഹോസ്റ്റലിലെ താമസമാണ് സകല സൂര്യക്കേടിനും കാരണം. ആ ഗിരി എന്ന് പറയുന്ന ആള് നിന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. മൊബൈൽ ഫോൺ നോക്കിയാൽ കോള് വന്നതൊക്കെ അറിയാം. എനിക്ക് നിന്നിൽ നിന്ന് നേരിട്ടാണ് അറിയേണ്ടത്. വിളിക്കാറുണ്ടോ? നീ അയാളെ വിളിച്ച് സംസാരിക്കാറുണ്ടോന്ന് പറ. സത്യം തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ അറിഞ്ഞ കാര്യം സന്തോഷമുള്ളതല്ല. ആട്ടെ, എവിടെയാ അയാളുടെ വീട്? ആലപ്പുഴയിൽ. ആലപ്പുഴയിൽ എവിടെ? സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയാ. അഡ്രസ് അറിയോ? അതോ നീ എവിടെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അഡ്രസ് അറിയാം. എന്തിനാ അച്ഛാ? ഒരാളുടെ അഡ്രസ് അന്വേഷിക്കുന്നത് സാധാരണ എന്തിനാ? ഒന്നുകിൽ കത്തയക്കും. ഇതെന്തായാലും അതിനല്ല. അപ്പൊ പിന്നെ നേരിട്ട് പോകാനാണെന്ന് വിചാരിച്ചോ? അഡ്രസ് തരണം. നാളെ ഞാൻ അവിടം വരെ പോവാ. ഫോട്ടോയിൽ കണ്ടു. നിങ്ങൾ രണ്ടുപേരും കൂടി ബസ് സ്റ്റാൻഡിനടുത്ത് നിന്ന് സംസാരിക്കുന്നത് നീ കണ്ടു. അത് പോരാ, നേരിൽ വിശദമായി ഒന്ന് കാണണം. ഗിരിയെ കണ്ട് ഭീഷണിപ്പെടുത്താനാണോ അച്ഛൻ പോകുന്നത്? എങ്കിൽ വേണ്ട. മുല്ലമുറ്റത്തെ മാധവ മാഷിനെ കുറിച്ച് ഈ നാട്ടിൽ ഒരാളും അങ്ങനെ പറയില്ല. കാരണം അവർക്കറിയാൻ ഞാൻ അത്തരക്കാരനല്ല. പക്ഷേ എന്റെ മോൾക്ക് മാത്രം ഇത് മനസ്സിലായില്ല. ഭീഷണിപ്പെടുത്തുന്നതും തല്ലുണ്ടാക്കുന്നതൊന്നും എന്റെ ശൈലിയല്ല.
ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിന്ന് വർത്താനം പറയില്ലായിരുന്നു.